ബീഫും കപ്പയും പോലെ തന്നെ ഭയങ്കര ടേസ്റ്റുള്ളതാണ് ബീഫും ചിക്കനും. ചിക്കനിലോട്ട് എല്ലാ മസാല ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പീസ് ഇട്ട് നന്നായിട്ട് മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഒരു 3 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പീസ് തക്കാളി കറിവേപ്പിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി നല്ല പോലെ വേവുമ്പോഴത്തേക്കും നമുക്ക് കപ്പ വേവിച്ച് വെച്ചതുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു കപ്പ് തേങ്ങ ഇതുപോലെ വറുത്ത് മാറ്റി വയ്ക്കണം. കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് അങ്ങ് മിക്സ് ചെയ്യാം. തേങ്ങയും മിക്സ് ചെയ്യണം കേട്ടോ ഉടനെ തന്നെ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലോട്ട് നമുക്ക് സെർവ് ചെയ്യണതിന് മുമ്പായിട്ട് കുരുമുളക് ഗരം മസാല വലിയുള്ളി ചോപ്പ് ചെയ്തത് മല്ലിയില പച്ചമുളകൊക്കെ തൂവിക്കൊടുത്ത ശേഷം ചൂടോടുകൂടി വിളമ്പാവുന്നതാണ്. ബെസ്റ്റ് കോമ്പിനേഷൻ. എനിക്കിഷ്ടം തൈര് ചമ്മന്തി അച്ചാറ് പപ്പടമൊക്കെ കൂട്ടി കഴിക്കാനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക്